മണ്ടേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ടേ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് ട്രാവൽ വ്ളോഗർ ബൈ നിസാം എന്ന ചാനലിൻ്റെയാണ്. 12 ഇഞ്ച് സ്പീക്കർ ബേസ് കൂട്ടാൻ എന്ത് ചെയ്യണം? അപ്പോൾ 12 ഇഞ്ച് സ്പീക്കർ ഏതാണ്, 12 ഇഞ്ച് സ്പീക്കറിൻ്റെ ആംബ് ഏതാണ്, അത് ചാനലാണോ സബ്വൂഫറാണോ, ഏത് തരത്തിലുള്ള ഒരു ഡിസൈനാണ് എന്നുള്ളത് ആദ്യം നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് സബ്വൂഫർ ആണെങ്കിൽ അതിന് ബേസ് കൂട്ടാൻ എന്തെങ്കിലും തരത്തിൽ ബേസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നതിൻ്റെ കുറവ് തന്നെയാണോ എന്ന് മനസ്സിലാക്കുക. ബോക്സിന് ബേസ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അതായത് ലീക്കോ, ഇനി അതല്ലെങ്കിൽ വോളിയത്തിൻ്റെ വ്യത്യാസമോ എയറോൾ ട്യൂൺ ചെയ്തതിൻ്റെ വ്യത്യാസം ഉണ്ടോ നോക്കുക. ആംപ്ലിഫയറിൻ്റെ പവർ പോരായ്മയാണെങ്കിൽ അത് കൂട്ടി കൊടുക്കുക. അത് ഏത് തരത്തിലാണെങ്കിലും, ഔട്ട്പുട്ട് ബോർഡാണെങ്കിലും, ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ആയാലും ആംബിയർ ആയാലും, സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഫിൽട്ടർ ചെയ്യുന്നത് വളരെ സ്മൂത്താണോ, അതായത് എത്രത്തോളം നല്ല രീതിയിലാണ് അതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുക. ഇനി അതുകൊണ്ട് വിടുന്നതിന് എന്തെങ്കിലും ലോസ് വരുന്നുണ്ടോ, അതായത് സിഗ്നൽ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഒരു സോഴ്സിൽ നിന്നും ആ ഔട്ട്പുട്ട് വരെ എത്തുന്നതിൽ എന്തെങ്കിലും ലോസ് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്വൂഫറിൻ്റെ ബേസ് കൂട്ടാം. ചാനൽ സ്പീക്കേഴ്സിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അത് ഒരു അടിപൊളി ബേസാണ്. സബ്വൂഫറിൻ്റെ ബേസും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു ബേസിനെ സബ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഒരു ഡീപ്നെസ്സിന് മാത്രമാണ് നമ്മൾ സബ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിന് കുറവും ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ബോക്സിൻ്റെ കുറവുണ്ടോ, വൂഫർ മോശമാണോ, അതായത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഏതാണ്, ബോഡി ഇതിനോട് മാച്ചിങ് ആണോ, ഇതിന് കൊടുക്കാൻ പറ്റിയ പവർ, അതിന് അതായത് ഈ സ്പീക്കേഴ്സിന് വേണ്ട പവർ ആ ബോർഡിന് കൊടുക്കാൻ പറ്റുമോ, അതിന് ടോൺ കൺട്രോൾ ലെവൽ ഏത് ടൈപ്പാണ്, അത് നല്ല തരത്തിൽ ടോൺ ലെവൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ, ഗെയിൻ ഉണ്ടോ, ലോസ് ഉണ്ടോ, ആംബിയർ കറക്റ്റാണോ, വോൾട്ടേജ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബേസ് കൂട്ടാനുള്ള പരിപാടി. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകതരം ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ അതിനാണ് ബേസ് കുറവെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോയെന്ന് ഒരു വിധത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ രീതികളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടുക. അടുത്ത നമ്മുടെ ആശിഷ് ഗിരി എന്ന ചാനലിലാണ് ഹൗ ടു ക്യാൻസൽ സബ് ക്ലിപ്പിംഗ്. ഒരു കമൻ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഒരുപാട് സ്ഥലത്ത് പല പ്രാവശ്യമായിട്ട് ഈ കമൻറ്റ് ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പിംഗ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതെന്തായാലും നമുക്ക് അത്രയും പ്രാവശ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ക്ലിപ്പിങ്ങിന് കാരണം ഈ ആദ്യം പറഞ്ഞ സെയിം ലെവലിൽ തന്നെയാണ് ചെക്കിങ് വരിക. സബ്വൂഫർ 100 വാട്ട്സ് ആണ് എന്ന് ഉദാഹരണം വിചാരിക്കുക. നിങ്ങളതിലേക്ക് കൊടുക്കുന്നത് ഒരു 80 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 50 വാട്ട്സ് ടൈപ്പ് പീക്ക് കിട്ടുന്ന ടൈപ്പ് ആണെങ്കിൽ അവിടെ ആംപ്ലിഫയറാണ് ക്ലിപ്പാവുന്നത്. ആംപ്ലിഫയറിന് കിട്ടാത്ത അവസ്ഥ വന്നിട്ട് ആ ക്ലിപ്പ്ഡ് സൗണ്ട് നമ്മൾ ഊഫറിലൂടെ കേൾക്കും. ആംപ്ലിഫയർ ക്ലിപ്പാവാന്ന് പറയുമ്പോൾ അതിലാരും തെറ്റിദ്ധരിക്കേണ്ട. ശരിക്കും ആ ക്ലിപ്പിംഗ് എഫക്റ്റ്, അതായത് പ്രോപ്പർ സിഗ്നൽ കിട്ടാതാകുമ്പോൾ സ്പീക്കറിന് ഉണ്ടാകുന്ന എഫക്റ്റില്ലേ, അതായത് സ്പീക്കർ ഫുൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരം ആ ലോസ് വന്നിട്ട് അത് റിട്ടേൺ പോകുന്ന ഒരു അവസ്ഥയാണ് മനസ്സിൽ കാണാം. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ നമുക്ക് ക്ലിപ്പായിട്ട് കേൾക്കാം. അതിപ്പോൾ ഏത് തരത്തിലും കേൾക്കാം. ഹൈ ഫ്രീക്വൻസികളിൽ അതൊരു ചിലപ്പായിട്ടോ, ബേസ് ലെവലിൽ ഒരു എന്നൊക്കെയുള്ള ഒരു സൗണ്ടായിട്ടോ, ഏതെങ്കിലും തരത്തിൽ വൈബ്രേഷനോ ഒരു തരം ഞരക്കലായിട്ട് കേൾക്കാം. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ വൂഫർ ഇപ്പോൾ 100 വാട്ട്സ് ആണ്, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഒരു 300 വാട്ട്സ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന പവർ കൂടുതലായിട്ട് വൂഫർ ഫുൾ പുറത്തേക്കും അകത്തേക്കും വളരെ ഓവർ എസ്കലേഷൻ കാരണം ക്ലിപ്പിംഗ് സൗണ്ട് കേൾക്കാം. അത് വൂഫർ ബോക്സിൽ നിന്നാണ് വരുന്നത്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ലെവൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലും ക്ലിപ്പിംഗ് വരാം. പിന്നെ ക്ലിപ്പിംഗ് വരാനുള്ള സിഗ്നലിലാണ്. അപ്പോൾ സിഗ്നൽ മോശമായ ക്ലിപ്ഡ് സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ക്ലിപ്ഡ് ഔട്ട്പുട്ട് തന്നെയാണ് കേൾക്കുക. എത്ര ഡീസൻ്റ് ആയിട്ടുള്ള, എത്ര പെർഫെക്റ്റ് ആംപ്ലിഫയർ ആയാലും ശരി, സിഗ്നൽ ക്ലിപ്ഡ് ആണെങ്കിൽ ഔട്ട്പുട്ടും ക്ലിപ്ഡ് ആവും. അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള സംവിധാനമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ക്ലിപ്ഡ് സിഗ്നലാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിപ്ഡ് സിഗ്നൽ എങ്ങനെ പ്ലേ ചെയ്താലും നല്ലൊരു സുഖമുള്ള സൗണ്ട് കിട്ടില്ല. അപ്പോൾ അത് എല്ലാ തരത്തിലും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത നമ്മുടെ സ്കില്ലറ്റ് എന്ന ചാനലിലാണ്. ഓഡിക്സിൻ്റെ കോപ്പി പോലെ ഉണ്ട്. അതായത് നമ്മൾ സൗണ്ട് എക്സിൻ്റെ ഒരു 8 ഇഞ്ച് സബ്വൂഫർ ഒരു ബേസ് ട്യൂബിൽ, ഡി ടൈപ്പ് ബേസ് ട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തില്ല, ഫുൾ വീഡിയോ വേറെ വരാനുണ്ട്. അപ്പോൾ സൗണ്ട് എക്സിൻ്റെ ആ വൂഫറാണ് ഓഡിയക്സിൻ്റെ കോപ്പിയാണോ എന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗണ്ട് എക്സിൻ്റെ തന്നെയാണ് ഓഡിയക്സ് എന്നുള്ള കമ്പനി. രണ്ടും സെയിം കമ്പനി തന്നെയാണ്. രണ്ടും ഇപ്പോൾ ഡിവൈഡായിട്ട് 2 പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് സൗണ്ട് എക്സിൻ്റെ തന്നെ. അപ്പോൾ അത് അന്നേരം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയാം. അപ്പോൾ അതായത് സൗണ്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് തന്നെയാണ്, ഓഡിയക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് തന്നെയാണ്. അത് രണ്ടും സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സൗണ്ട് എക്സ് നമുക്ക് ഇവിടെ നാട്ടിലുള്ളതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. ഓഡിയക്സ് അല്ലാതെ നമ്മളെ കോഴിക്കോട് നിന്ന് എനിക്ക് ഡയറക്റ്റ് ഡീലറായിട്ട് കിട്ടാനില്ല, അതെൻ്റെ അറിവിലില്ല. അപ്പോൾ അത് സൗണ്ട് എക്സിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഓഡിയക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടി ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ കോപ്പിയല്ല, രണ്ടും സെപ്പറേറ്റ് ബ്രാൻഡാണ്. അടുത്ത കമൻറ്റ് ഫൈസൽ റഷീദ് എന്ന ആളുടെയാണ്. ഹായ്, ഒരു പവേർഡ് സബ്വൂഫർ ചെയ്തു തരാൻ പറ്റുമോ? അത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചെയ്ത് തരാനാണല്ലോ നമ്മളെപ്പോലത്തെ ആളുകൾ ഈ സർവീസ് ഈ തരം വർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ പവേർഡ് സബ്വൂഫറായിട്ടോ ഏത് തരത്തിലും ചെയ്തു കൊടുക്കും. ചെറിയൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സമയം എടുക്കും. 1 മാസം 1.5 മാസത്തെങ്കിലും മിനിമം സമയം തന്നാൽ മാത്രമേ ഞാനൊരു ഓർഡർ എടുക്കുള്ളൂ. അതല്ലാത്ത ഒരു ഓർഡറും എനിക്ക് എടുക്കാൻ പറ്റില്ല. മിനിമം 1 മാസം 1.5 മാസം ആ തരത്തിലാണ് ഞാൻ എത്ര ചെറിയ വർക്കായാലും വലിയ വർക്കായാലും എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയം തരാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാം.
അടുത്ത കമൻറ്റ് മുഹമ്മദ് സിറാജ് എന്ന ആളുടെയാണ്. ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിലെ പല സപ്ലൈസും ഉണ്ടാകുമല്ലോ, അതിൽ എല്ലാ സപ്ലൈയുടെയും 0 GND ആംപ്ലിഫയറിൻ്റെ ബോഡിയുമായി കണക്ട് ചെയ്യണോ? പിന്നെ AGND, പവർ GND, സ്പീക്കർ ലൈൻ GND ഇവയെല്ലാം ഒന്നാക്കണോ? ഇപ്പോൾ ഇത് എക്സാമ്പിളിന് ഒരു ടോറോയിഡൽ ട്രാൻസ്ഫോമറാണ്. ഇതിനകത്തൊരു യെല്ലോ 2 എണ്ണം, 2 ബ്ലൂവും 1 ബ്ലാക്കും 2 വൈറ്റുമാണ് ഇതിൻ്റെ സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡറിയിലുള്ള ഔട്ട്പുട്ടിൻ്റെ ഈ യെല്ലോ 2 എണ്ണവും ഈ ബ്രൗണും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഒരു ഡുവൽ സപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ 2 ബ്ലൂവും ഈ ബ്ലാക്കും ഉപയോഗിച്ച് തന്നെയാണ് അടുത്ത ഡുവൽ സപ്ലൈ ചെയ്യുന്നത്. ഈ സെക്ഷൻ ചെറിയ ഔട്ട്പുട്ട് നമ്മൾ ഇതേപോലെ തന്നെ റെക്ടിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ 3ൻ്റെയും ഗ്രൗണ്ട് കോമൺ ഗ്രൗണ്ട് പോയിന്റിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയാം, ഇതാണ് നമ്മൾക്കിപ്പോൾ ഒരു 27 വോൾട്ട് 32 വോൾട്ടാണ് ഈ ട്രാൻസ്ഫോമർ. അപ്പോൾ 32 വോൾട്ടിൻ്റെ സപ്ലൈ ഇതാണ്, നോക്കിക്കളയാം. ബ്ലൂ ആണ് 32 വോൾട്ടിൻ്റെ സപ്ലൈ. അപ്പോൾ ഇതിൽ സെൻറ്റർ ടാപ്പായിട്ട് ഈ യെല്ലോക്ക് ഉള്ളത് ഈ വയർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഈ വയറിലേക്ക് ഈ സെൻറ്റർ ടാപ്പും ഈ യെല്ലോൻ്റെയും സെൻറ്റർ ടാപ്പായിട്ട് തന്നെ എടുക്കും. ഇത് രണ്ടിൻ്റെയും ഗ്രൗണ്ട് ഒന്ന് തന്നെ ആവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ചെയ്തത് ആ പ്രീ സ്റ്റേജിൻ്റെ ഒക്കെ ഗ്രൗണ്ട് നമ്മൾ കോമൺ ഗ്രൗണ്ടായിട്ട് ഈ ബ്ലൂവിൻ്റെയും ഇതിൻ്റെയും സെൻറ്റർ ടാപ്പ് ചെയ്തിട്ടുള്ള ആ ഗ്രൗണ്ട് പോയിന്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം. അതേസമയം ഈ 2 ബ്ലൂവും ഈ ഇതും ഒരു സെക്ഷനാണ്, അതായത് ഒരു 32 എന്നുള്ള ഒരു സെക്ഷനാണെന്ന് വിചാരിക്കുക. അടുത്തത് ഈ യെല്ലോ സെപ്പറേറ്റ് ആണ്, ഇതിനകത്ത് ഇൻഡിവിജ്വൽ വൈൻഡിങ് ആണ്. ഇതിൽ നിന്നൊരു ബ്രിഡ്ജ്ഡ് റെക്ടിഫയർ ആണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജിൻ്റെ ഗ്രൗണ്ടും നമ്മൾ ഈ ബ്ലാക്ക് വയറിൻ്റെയും കോമൺ ഗ്രൗണ്ട് കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എല്ലാ ഗ്രൗണ്ടും ഒന്നിച്ച് ഒരു കോമൺ പോയിന്റിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥ ഗ്രൗണ്ടിങ്ങിൻ്റെ ഒരു രീതി. അതങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളിപ്പോൾ അതൊരു ബോഡിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ബോഡിയുടെ ഒരു പോയിന്റിൽ തന്നെ കൊടുക്കണം, എവിടെയും കൊടുക്കരുത്. അത്രയേ ഉള്ളൂ ആ ലൂപ്പിങ്ങിൻ്റെ ഒഴിവാക്കാനുള്ള ഒരു വഴി. അടുത്ത വേണ്ടി ദ ഹൈപ്പർ ക്രൂസർ എന്ന ചാനലിലാണ്. തിയേറ്ററിലെ സെയിം ടൈപ്പ് സൗണ്ട് സിസ്റ്റം ആംപ്ലിഫയറിൽ കിട്ടുമോ? അതിന് പറ്റിയ സ്പീക്കേഴ്സ് സജസ്റ്റ് ചെയ്യാമോ? തിയേറ്ററിനകത്തുള്ളതും ഒരു ആംപ്ലിഫയറും സ്പീക്കേഴ്സും ആണ്, നമ്മളെ വീട്ടിലുള്ളതും ആംപ്ലിഫയറും സ്പീക്കേഴ്സും ആണ്. അപ്പോൾ എന്താ വ്യത്യാസം? അപ്പോൾ ആ വ്യത്യാസം കിട്ടാൻ തിയേറ്ററിലുള്ള ആംപ്ലിഫയറിന് ഏത് തരം കോൺഫിഗറേഷനാണ് ഉപയോഗിച്ചത്, അതിപ്പോൾ 1000 വാട്ട്സിനുള്ള ഒരു കോൺഫിഗറേഷനാണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ഒരു 100 വാട്ട്സിൻ്റെ സെയിം കോൺഫിഗറേഷനിലുള്ള വാട്ട്സ് കുറഞ്ഞ മോഡൽ ചെയ്യുക. സെയിം സ്പീക്കർ സിസ്റ്റം ഏതാണോ എടുത്ത് ആ സൈസ് ചിലപ്പോൾ ചെറുത് കിട്ടില്ല, പക്ഷേ ആ സ്പെസിഫിക്കേഷൻ ആ ഒരു 97 dBയിൽ 100 വാട്ട്സിൽ 4 ohms ഇത്ര സെൻസിറ്റിവിറ്റി എല്ലാം അതിൽ വന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂടി കിട്ടുന്ന ആ നിങ്ങൾക്ക് വീട്ടിലെ പറ്റിയ സൈസുള്ള സ്പീക്കർ ഉണ്ടാവും. അതേതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോർഡിന് സൂട്ടബിളായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. വീട്ടിൽ തിയേറ്റർ സൗണ്ട് സ്പീക്കറും ആംപ്ലിഫയറും സബ്വൂഫറും ഏതായാലും അതെല്ലാം തിയേറ്ററിലുള്ളതും നമ്മൾ വീട്ടിലുള്ളതൊക്കെ ഒരേ പ്രോസസ്സ് തന്നെയാണ്, ഒരേ വർക്കിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പിസ്ക്കും തിയേറ്റർ അതിൽ പിസ്ക്കുന്നില്ല, അത്രേ വ്യത്യാസമുള്ളൂ. അടുത്ത കമൻറ്റ് മഹീം 37 എന്ന ആളുടെയാണ്. ഇതിലെ വ്യൂ മീറ്ററിൻ്റെ വില എത്രയാണ്? അപ്പോൾ ഇതിലെ വ്യൂ മീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഒരു G-Tech ക്യാബിനറ്റ് ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ G-Techൻ്റെ തന്നെ ഒരു വ്യൂ മീറ്ററാണ് എടുത്തുള്ളത്. സാധാരണ വ്യൂ മീറ്റർ അതിന് 600 സംതിങ് ആണ്, 700 രൂപയുടെ അടുത്ത് വിലയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വാങ്ങാൻ നമുക്ക് ഞാൻ സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോടെക് എന്ന് പറഞ്ഞിട്ട് ബിനീഷ് എന്ന ആളുടെ ഷോപ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2 നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വ്യൂ മീറ്റർ ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ച് നോക്കാം. അത് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചേരും. നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൂഗിൾ പേയിൽ പൈസ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. വില ഇതാണ്, 600-700 ആ റേഞ്ചിൽ വരും. അടുത്ത കമൻറ്റ് സാൻസ് മീഡിയ എന്ന ചാനലിലാണ്. 2.1 നോർമൽ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തിയേറ്ററിലെയും വീട്ടിലത്തെയും കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ആംപ്ലിഫയർ വേണ്ടത് അതിന് വേണ്ട ചിലവ്, ആ ആംപ്ലിഫയറിന് ഏതാണോ സ്പീക്കർ വേണ്ടി വരിക അതിന് വേണ്ട ചിലവ്. 2.1 നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയണമല്ലോ ആംപ്ലിഫയർ വിത്ത് സ്പീക്കർ. ഇപ്പോൾ ആംപ്ലിഫയർ ഇപ്പോൾ ഒരു 100 വാട്ട്സ് ടൈപ്പ് 2.1 ചെയ്യുകയാണ്, 100 വാട്ട്സ് പെർ ചാനലും ഒരു 280 വാട്ട്സ് 260 വാട്ട്സ് റേഞ്ച് വരുന്ന ഒരു സബ്വൂഫറും ചെയ്യാം. അപ്പോൾ അതിലേക്ക് സാധാരണ ഇപ്പോൾ HDMI ഓപ്റ്റിക്കൽ കിറ്റ് എല്ലാം കൂടെ ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20ൻ്റെ താഴെ 15ൻ്റെ ആ ഒരു റേഞ്ചിൽ ആ ഒരു അറൗണ്ട് വില വരും ആംപ്ലിഫയറിന്. അതായത് ഏറ്റവും കുറഞ്ഞ വിലയാണത്. അത് അതിൻ്റെ കൂടെ തന്നെ സ്പീക്കേഴ്സ് ഏതാണോ നിങ്ങൾ എടുക്കുന്നത്, അതിൻ്റെ ബോക്സ് ഏതാണോ എടുക്കുന്നത്, സബ്വൂഫർ ഏതാണോ എടുക്കുന്നത്, 260-280 വാട്ട്സ് ആ ഒരു RMS വരുന്ന ടൈപ്പ് നിങ്ങൾക്ക് ഏത് തരം സബ്വൂഫറാണ് എടുക്കുന്നത് അതിൻ്റെ വില വരിക 4000, 3500 മുതൽ 6000, 8000, 10000 ആ റേഞ്ചിലൊക്കെ സെയിം RMS കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ എടുക്കുന്ന ഏതാണോ ആ വൂഫറിൻ്റെ വിലയും ബോക്സിൻ്റെ വില, ചാനൽ സ്പീക്കേഴ്സിൻ്റെ വില, ട്വീറ്ററിൻ്റെ വില, ബോക്സിൻ്റെ വില, വയർ അതൊക്കെ പാടെ കൂടിയിട്ടാണ് അതിൻ്റെ വില ആവുന്നത്.
കൃത്യമായിട്ടൊരു വില പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എസ്റ്റിമേറ്റഡ് ഒരു ആവറേജ് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ഇത്ര റുപ്യ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും 2.1ൻ്റെ നോർമൽ റേറ്റ്. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ 8 കമൻസ് ആണ് വായിച്ചത്. കൂടുതൽ വെറൈറ്റി കമൻസ് എല്ലാവരും കുറേ സംശയം ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റ് കമൻസ് തന്നെ ചെറിയ തോതിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയക്കുറവ് ഉണ്ടായതുകൊണ്ടാണ് അത് ഒരുപാട് കൂടുതൽ കമൻസ് എടുക്കാത്തത്. അപ്പോൾ അതിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടാതെ എല്ലാവർക്കും കൂടെ യൂസബിൾ ആയിട്ടുള്ള കമൻസാണ് നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സിൽ വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.